പിന്നെ കൊണ്ടുപോകാൻ, പ്രത്യേകിച്ച് നമ്മൾ ഈ സ്റ്റോൾ ബിസിനസ് ചെയ്യുമ്പം നമ്മൾ ഒരുപാട് ലഗേജ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാതെ മാക്സിമം ചുരുക്കി കൊണ്ടുപോകാൻ തരത്തിലാണ് നമ്മൾ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കുന്നത്. സോ ഇത് ഏകദേശം 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഹലോ, അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. വ്യത്യസ്തം എന്ന് പറയാനൊന്നുമില്ല, എൻ്റെ സ്റ്റോള്, ഞാനൊരു ജ്വല്ലറി ബിസിനസ് ഓണറാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്മോൾ ജ്വല്ലറി ബിസിനസ് ഓണർ കേട്ടോ. ഇത് വലിയൊരു ഡ്രീമാണ്. അതിൻ്റെ ഒരു ചെറിയ പടിക്കെട്ടുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ സ്റ്റോൾ ബിസിനസ്സിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ഈ നമ്മൾ ജ്വല്ലറീസൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത് കുറച്ച് ഐറ്റംസൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു വന്നേ. അപ്പോൾ ഇത് തുടക്കക്കാരായിട്ടുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ. സോ ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്. ഒരു 25 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർ ഈച്ച് ആൻഡ് എവറി പേഴ്സണോട് ഞാൻ താങ്ക് യു പറയുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇതെല്ലാം ഈ പറയുന്ന ഐറ്റംസ് ഒന്നും ഞാൻ ഒന്നിച്ച് വാങ്ങിച്ചതല്ല കേട്ടോ. ഓരോ തവണയും കിട്ടുന്ന സെയിൽസിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച് ഓരോ ഐറ്റംസായിട്ട് വാങ്ങിച്ചാണ്. ഫസ്റ്റ് എനിക്കൊരു ഒറ്റൊരു ടേബിൾ മാത്രമാണ്. ആ ടേബിളിൻ്റെ ഒരു പിക്ചർ ഞാൻ സൈഡിലൂടെ കൊടുത്തിരിക്കാം. ആ ഒരു ടേബിൾ വെച്ചിട്ട് ആ ടേബിളിൻ്റെ മുകളിൽ നമുക്ക് ഹോൾസെയിലായിട്ട് ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സിൽ തന്നെ വെച്ചുകൊണ്ടാണ് തുടങ്ങിയത് കേട്ടോ. പിന്നെ പതുക്കെ ഞാൻ ഓരോ ഐറ്റംസായിട്ട് സെയിൽസ് വരുന്നതനുസരിച്ച് വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഇപ്പോൾ എനിക്കുള്ള ഐറ്റംസൊക്കെയാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഞാൻ ആദ്യത്തെ ടേബിളിൻ്റെ പിക്ചർ ഞാനിവിടെ കൊടുക്കാം. ഈ ടേബിളായിരുന്നു വാങ്ങിച്ചത്. പിന്നീട് എനിക്ക് ഐറ്റംസൊക്കെ കുറച്ചും കൂടി കൂടുതൽ ഐറ്റംസ് വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം ദൈവം സഹായിച്ച് എനിക്ക് കിട്ടി. അപ്പം ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു സാധനം കാണിച്ചു തരാം. സോ ഇതാണ് സാധനം. ഇത് വലിയൊരു സൂട്ട് കേസ് പോലെ ഇരിക്കും, പക്ഷേ ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടേബിളാണിത്. ഇതിന്ന് ഞാൻ ഡെക്കാത്തലോൺ എന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഈ ടേബിൾ നമുക്ക് ഹൈറ്റ് കൂട്ടാനും ഹൈറ്റ് കുറയ്ക്കാനൊക്കെ പറ്റും. ക്യാരി ചെയ്ത് പോകാൻ എളുപ്പമാണ്. അതായത് ഇതിനകത്ത് ഒരു 4 ചെയർ വരുന്നുണ്ടായിരുന്നു. ആ ചെയറൊക്കെ ഞാൻ മാറ്റി വെച്ചു. ഇത് ആക്ച്വലി നമ്മൾ ഇതിന് പോകില്ല, ട്രക്കിങ്ങിനൊക്കെ പോവോ അല്ലെങ്കിൽ അങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേബിളും അതിൻ്റെ കൂടെ ചെയറും അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് കണ്ടപ്പം ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. കാരണം എനിക്ക് ക്യാരി ചെയ്ത് പോകാനായിട്ട് ഈസി ആയിരുന്നു സാധനങ്ങളൊക്കെ. ഇതിനകത്തിങ്ങനെ സ്പേസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം സാധനങ്ങളും കൊള്ളും. പിന്നെ വലിയ വെയിറ്റൊന്നുമില്ല. ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ക്യാരി ചെയ്ത് പോകാം. സോ ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. സോ ഇതാണ് ഇപ്പം ഞാൻ കറൻ്റ്ലി ഉപയോഗിക്കുന്ന എൻ്റെ ടേബിള് എന്ന് പറയുന്നത്. അപ്പോൾ ടേബിൾ കണ്ടല്ലോ അല്ലേ. ഇനി അടുത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് ആയിക്കൊണ്ടിരുന്നത് റിങ്സ് ആയിരുന്നു. അപ്പോൾ ഈ റിങ്സ് ആൾക്കാർക്ക് നോക്കാനും എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട്, ഈസിക്ക് വേണ്ടിയിട്ട്, ഡിസ്പ്ലേക്ക് വേണ്ടി ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങിച്ചു. സോ ഇത് ഏകദേശം 350 ആണെന്ന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ പ്രൈസ് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇതൊക്കെ ഞാൻ ലോക്കൽ സ്റ്റോറുകളിൽ പോയി വാങ്ങിക്കുന്നതാണ്. സോ ഇതിനകത്ത് ഏകദേശം ഒരുപാട് റിങ്സ് ഇതിനകത്ത് കൊള്ളു കേട്ടോ. സോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതും ഞാൻ എല്ലാം ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഗ്രീന് ഒരു ജ്വല്ലറീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് തോന്നും നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഫസ്റ്റത്തെ ഈ ഒരു ബോർഡാണ് ഞാൻ വാങ്ങിച്ചത്. ഇതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. ആദ്യമൊക്കെ ഈ റിങ്സ് കിട്ടുന്ന അതിൽ തന്നെയാണ് ഞാൻ വെച്ചിരുന്നത്. അതായത് നമ്മൾ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ബോക്സിലാണല്ലോ കിട്ടുന്നത്. പിന്നെ വാങ്ങിച്ചതാണിത്. ഇതാണ് ഫസ്റ്റ്. അടുത്തതെന്ന് പറയുന്നത്, പിന്നെ ഞാൻ വാങ്ങിച്ചത് നമ്മൾ ബ്രേസ്ലെറ്റ് തൂക്കിയിടാൻ പറ്റുന്ന സാധനം. സോ ഇതാണിത്. സോ ഇതിങ്ങനെ എന്നാ പറയുന്നത് കണ്ടോ, ഇതാണ്. സോ ഇവിടെ ഇങ്ങനെ ഒരു പൊങ്ങിയിരിക്കും. അതുകൂടാതെ ഇതിവിടെ ഉണ്ടോ, ഇങ്ങനെ ഹാങ് ചെയ്ത് നമുക്കതിൻ്റെ കൊളുത്ത് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 20 ബ്രേസ്ലെറ്റ്സ് ഇടാൻ വേണ്ടി പറ്റും. അതായത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ചെയ്യാൻ, നല്ല ഒരു ബ്രേസ്ലെറ്റൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഏകദേശം 450 അറൗണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് എനിക്ക് ഭയങ്കര വർത്തായിട്ട് തോന്നിയൊരു സാധനമാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ വാങ്ങിച്ച ഐറ്റംസൊക്കെ എനിക്ക് ഇതിൽ യൂസ്ഫുൾ അല്ലാതെ തോന്നി എന്നുള്ള ഒരേ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ. പിന്നെ ഞാൻ യൂസ് ചെയ്തത്
ആദ്യമായിട്ട് വാങ്ങിച്ചത്. ഞാൻ ആദ്യം വാങ്ങിച്ച സാധനം ഇതാണ് കേട്ടോ. ഏകദേശം ഒരു 350 എന്തോ ആണെന്ന് തോന്നുന്നു. 300 ആണോ 350 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് എക്സാക്ട് പ്രൈസ് ഓർമ്മയില്ല. സോ ഇതാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത്. ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വെക്കും, ഒരു കുത്തിച്ചായിട്ട് നമ്മളിങ്ങനെ വെക്കുമല്ലോ. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മുഴുവൻ ഞാൻ മാലയാണ് വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഈ മാല ഇങ്ങനെ മാല ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ മാല ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി തന്നെ ഇത് യൂസ് ചെയ്തത്. ഇത് മൾട്ടിപർപ്പസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ മീഷോന്ന് ജ്വല്ലറി ബിസിനസ്സിന് വേണ്ടി വാങ്ങിച്ചൊരു ഐറ്റമാണ്. പിന്നെ അടുത്ത് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. സോ ഇത് ഞാനിവിടെ ഇങ്ങനെ ഗ്ലൂ ഇട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ താഴെ വീണുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അതായിരുന്നു അതിൻ്റെ ഒരു ഡ്രോബാക്സ്. സോ ഇത് വീഴാതിരിക്കും. ഞാൻ ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഇത് വീഴാറില്ല. ഇത് പ്ലേസൊക്കെ ഇങ്ങനെ വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. ഇതും നല്ല വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇത് കാണാനും നല്ല ക്യൂട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഈ കുറച്ചുകൂടെ ഒരു ഗ്രീൻ കളറായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഒരു ഷെയ്ഡാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിതങ്ങ് എടുത്തു. ഓക്കെ, ഇനി അടുത്ത പ്രോഡക്റ്റ് സോ ഇതാണ്. ഇത് ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ ഇതും ഏകദേശം അണ്ടർ 300 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ്. ഇതിങ്ങനെ ഇവിടെ നമുക്ക് കമ്മലും ഇടാം. കൂടുതലും എത്നിക് ജ്വല്ലറീസ് ഉണ്ടാവില്ല, ആൻറ്റിക്കിൻ്റെ ജ്വല്ലറീസ്, അതൊക്കെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. ഇതിൽ ഞാൻ ആൻറ്റിക്കിൻ്റെ കൂടുതൽ സെയിൽ ചെയ്യുന്നില്ല. ആൻറ്റി ട്രഡീഷനാണ് മോസ്റ്റ്ലി നമ്മളടുത്ത് സെയിൽ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മളുടെ തിരൂർ പൊന്നും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ താഴെ ഇങ്ങനെ പുറകിൽ നമുക്കിങ്ങനെ ഹുക്കുണ്ട്, നമുക്കിവിടെ ഇങ്ങനെ വയ്ക്കാം. അതനുസരിച്ച് ലെയറായിട്ട് ഞാനിങ്ങനെ വയ്ക്കും. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂടുതലും ആൻറ്റിക്കിൻ്റെ ജ്വല്ലറീസൊക്കെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഇയറിങ്സും കൂടുതലും ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് ഇയറിങ്സ് എന്ന് പറയുന്നത്. സോ ഇയറിങ്സിന് വേണ്ടിയിട്ട് ഇതും ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ പോയി വാങ്ങിച്ചാണ് കേട്ടോ. സോ ഇതിൽ ഇയറിങ്സ് ഞാൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബ്ലാക്കും കൂടെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. സോ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഇതും നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതിങ്ങനെ വെച്ചിരുന്നാൽ മതി. അതിൽ ഇതിൽ ഫുള്ള് ഞാൻ ഇയറിങ്സ് ഞാൻ അങ്ങനെ അഴിച്ച് മാറ്റി വെക്കാറൊന്നുമില്ല. ഇതിൽ തന്നെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കവർ ചെയ്ത് പൂട്ടിക്കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം അതുപോലെ ആ കവറിങ് മാറ്റാതെ അതുപോലെ തന്നെ നല്ലൊരു വെൽവെറ്റിന് തുണി ഇട്ടിട്ട് ഞാൻ അടച്ചു വെച്ചാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതാണ് കമ്മലുകളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സാധനം. പിന്നെ കുറച്ചും കൂടി ഇയറിങ്സൊക്കെ കളക്ഷൻസ് കൂടിയ സമയത്ത് ഇതിൽ ഞാൻ 5-6 ഇതിൽ കിടപ്പുണ്ട്. ഇതുണ്ടോ, അതിനുശേഷം വാങ്ങിച്ചാണിത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അതിങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇതിൽ ഒരുപാട് ഇയറിങ്സ് കൊള്ളും കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ ഒരു 60ഓളം ഇയറിങ്സ് ഇതിനകത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ബ്ലാക്കും കിട്ടും വൈറ്റും കിട്ടും. പക്ഷേ ഞാൻ വാങ്ങിച്ചത് വൈറ്റിലാണ് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. സോ ഇതിങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ചും കൂടെ ഈസിയാണ് ഇയറിങ്സൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അത്യാവശ്യം ഒരുപാട് ഐറ്റംസ് നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ ടേബിള് എന്ന് പറയുമ്പം ടേബിളിൽ കുറച്ച് സ്പേസല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇയറിങ്സിന് മാത്രമായിട്ട് ഇപ്പം ഞാൻ അത് വാങ്ങിച്ചതിന് ശേഷമാണ് ഇത് വാങ്ങിച്ചത്. ഇനി വാങ്ങിയതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഐറ്റമാണ് കേട്ടോ ഇത്. കണ്ടോ, ഇത് നമ്മളിങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ വാച്ചസ് അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ കടായി ബാംഗിൾസ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നി വാങ്ങിച്ചത്. പക്ഷേ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ ഊരിപ്പോകും. അതായത് നമ്മൾ കസ്റ്റമേഴ്സ് നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഊരിപ്പോകും. അത് ഇവിടുന്ന് ഇങ്ങനെ തെന്നി മാറി ഇങ്ങ് പോകും കേട്ടോ. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ച് കാണാൻ നല്ല ഭംഗിയാണ്. ഈ പറയുന്ന ഒരു പ്രശ്നം ഒഴിച്ച് ഇതിന് കുറച്ച് പ്രൈസും കൂടുതലാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ഇത് പിന്നെ കൊണ്ടുപോകാൻ, പ്രത്യേകിച്ച് നമ്മൾ ഈ സ്റ്റോൾ ബിസിനസ് ചെയ്യുമ്പം നമ്മൾ ഒരുപാട് ലഗേജ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാതെ മാക്സിമം ചുരുക്കി കൊണ്ടുപോകാൻ തരത്തിലാണ് നമ്മൾ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഊരിയെടുത്ത് നമുക്ക് കൊണ്ടുപോകുന്നതാണ്. കണ്ടോ, സെപ്പറേറ്റ് ആക്കി കൊണ്ടുപോകാം. എന്നിട്ട് അവിടെ ചെന്ന് നമ്മൾ ഇതെല്ലാം എടുത്ത് വെച്ച് നമ്മളിങ്ങനെ ഡിസ്പ്ലേ ആക്കിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത് സംഭവം. ഞാൻ പറഞ്ഞ ഈ ഒരു മിസ്റ്റേക്ക് ഒഴിച്ച് ബാക്കിയൊന്നും കുഴപ്പമില്ല. എന്നിരുന്നാലും ഇതിന് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത എൻ്റെ മുന്നോട്ടുള്ള വഴികൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഓൺലൈനിൽ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്.
പിന്നെ എൻ്റെ വലിയ കുറേ ഡ്രീമുകളുണ്ട്. സ്വന്തമായിട്ടൊരു ഷോപ്പ് ഇടണം, അങ്ങനെ ഭയങ്കര വലിയ ഡ്രീമാണ്. എന്തായാലും നോക്കാം ഈ ഡ്രീമുകളൊക്കെ എവിടം വരെ എത്തുമെന്ന്. ഹാർഡ് വർക്കാണല്ലോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഒരു ചെറിയൊരു സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.